യേശുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹം. ഞാൻ അവതരിപ്പിക്കുന്ന കഥ തലിഥ കൂമി. അതെ, ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് തലിഥ കൂമി. ഈ കഥ കേട്ടാൽ നിങ്ങൾക്ക് തോന്നും ഇതുവരെ കേൾക്കാത്ത കഥയെന്നു. എന്നാൽ കഥ തുടരുമ്പോൾ നിങ്ങൾക്ക് തോന്നും എവിടെയോ കേട്ടൊരു കഥയെന്ന്. ഈ കഥ കേട്ടാൽ നിങ്ങൾക്ക് തോന്നും ഇതുവരെ കേൾക്കാത്ത കഥയെന്ന്. എന്നാൽ കഥ തുടരുമ്പോൾ നിങ്ങൾക്ക് തോന്നും എവിടെയോ കേട്ടൊരു കഥയെന്ന്. നിങ്ങളുടെ ശ്രദ്ധയിൽ 2000 വർഷങ്ങൾക്കപ്പുറം നമ്മുടെ യേശുക്രിസ്തുവിന്റെ സ്വന്തം പട്ടണമായ ഗലീല എന്ന ദേശത്തേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ആ ദേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, നല്ലൊരു ദേശം, എത്ര സുന്ദര ദേശം, നല്ലൊരു ദേശം, എത്ര സുന്ദര ദേശം. പച്ചപ്പുൽത്തകിടികളും അരുവികളും കുന്നുകളും നിറഞ്ഞ മനോഹരമായ ഭൂപ്രദേശം. ആ ഗലീലയുടെ ദേശത്തേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ലോകരക്ഷകനായ യേശുക്രിസ്തു ഈ ഭൂമി ജീവിച്ചിരുന്നപ്പോൾ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു നീണ്ട പരമ്പര തന്നെ ചെയ്തിരുന്നു. അതാ ആ കടലിലേക്ക് ഒന്ന് നോക്കൂ. ആ പടകിൽ വരുന്നത് നമ്മുടെ കർത്താവായ യേശുവല്ലേ? അവന് ദാസ്യവേലയ്ക്ക് ആരും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൻ യജമാനനായിരുന്നു. അവന് ബിരുദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവൻ ഗുരു എന്നറിയപ്പെട്ടു. അവന്റെ കൈകളിൽ മരുന്നുകളൊന്നുമില്ലാഞ്ഞിട്ടും അവൻ നല്ല വൈദ്യനായിരുന്നു. അവന് സൈന്യങ്ങളൊന്നുമില്ലായിരുന്നു. എങ്കിലും രാജാക്കന്മാർ അവനെ ഭയന്നു. ആ യേശുവിന്റെ അടുക്കിലേക്ക് വലിയൊരു പുരുഷാരം അടുത്തുകൂടി. കൂട്ടത്തിൽ യായിറോസ് എന്ന പേരുള്ള ഒരു പള്ളി പ്രമാണി കരഞ്ഞും കൊണ്ട് പുരുഷാരത്തെ തള്ളി മാറ്റി യേശുവിന്റെ അടുക്കലെത്തി. അവന്റെ കാൽക്കൽ വീണ് ഇപ്രകാരം പറഞ്ഞു: അതെ, അവന്റെ 12 വയസ്സുള്ള ഏകജാതിയായ കുഞ്ഞുമകൾ രോഗം ബാധിച്ച് അത്യാസന നിലയിൽ കഴിയുന്നു. ആ പിതാവ് യേശുവിനോട് വളരെയധികം കരുണ തുടങ്ങി. യേശുവേ, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേലൊന്നും കൈവയ്ക്കണം. യേശു വന്ന് തന്റെ വീരുടെ മേൽ തൊട്ടാൽ അവൾക്ക് സൗഖ്യം വരുമെന്നുള്ള വിശ്വാസം ആ പിതാവിനുണ്ടായിരുന്നു. അതിനാലാണ് അവൻ വളരെ ദൂരം സഞ്ചരിച്ച് യേശുവിന്റെ അടുക്കലെത്തിയത്. എന്നാൽ നമ്മുടെ യേശു എല്ലാം അറിയുന്നവരാണ്. ബാലികയുടെ അവസ്ഥ മനസ്സിലാക്കിയ യേശു യായിറോസിന്റെ കൂടെ പോയി. യേശുനാഥൻ പോയല്ലോ, ദുഃഖിതനാം യായിറോസിൻ ഭവനത്തിൽ പോയല്ലോ, ദുഃഖിതനാം യായിറോസിൻ ഭവനത്തിൽ പോയല്ലോ. വളരെ പുരുഷാരം യേശുവിനെ തിക്കി തിരുകിക്കൊണ്ടിരുന്നു. അവനും രോഗസൗഖ്യം പ്രതീക്ഷിച്ചാകാം അവന്റെ പിന്നാലെ പോയത്. എന്നാൽ അവർ പോകുന്ന യാത്രാമധ്യേ അതാ ഒരാൾ ഓടി വരുന്നുണ്ടല്ലോ. ആരാണിത്?
അത് യായിറോസിന്റെ വീട്ടിലെ വേലക്കാരനല്ലേ? അയാൾ വന്ന് യായിറോസിനോട്, യജമാനനെ അങ്ങയുടെ മകൾ മരിച്ചുപോയി, എന്നെയും ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്നെങ്കിലും. എന്നാൽ യേശു അത് കാര്യമാക്കാതെ യായിറോസിനോട്, ഭയപ്പെടേണ്ട, ധൈര്യം വഹിക്കാം എന്ന് പറഞ്ഞു അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. അതെ, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് ഈ ലോകവും ബുദ്ധിയും നമ്മോട് പറയും. സകല സാധ്യതകളും അസ്തമിക്കുന്നിടത്ത് യേശു പ്രവർത്തിക്കണം. അവർ വളരെ ദൂരം സഞ്ചരിച്ച് യായിറോസിന്റെ വീട്ടിലെത്തിയപ്പോൾ ദേശക്കാരെല്ലാവരും അവിടെ വിലപിച്ചുകൊണ്ട് എത്തിയിരുന്നു. യേശു ആ വീടിന്റെ അകത്ത് കടന്നു. ബന്ധുമിത്രാദികളെല്ലാം അവിടെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ആരാവാരവും കരച്ചിലും നിർത്തുവിൻ, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ എന്ന് പറഞ്ഞു. എന്നാൽ അവർ അവനെ പരിഹസിക്കാൻ തുടങ്ങി. കുട്ടി മരിച്ചിട്ടില്ലെന്നോ, ഉറങ്ങുകയാണെന്നോ, എന്തൊക്കെയാണ് ഈ മനുഷ്യൻ പറയുന്നത്? യേശു അവരെ എല്ലാവരെയും പുറത്താക്കി. കുട്ടിയുടെ അപ്പനെയും അമ്മയും തന്നോട് കൂടി ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടന്നിരുന്ന കട്ടിലിന്റെ അരികിലെത്തി. അവളുടെ കൈക്ക് പിടിച്ച് ഇപ്രകാരം ഉറക്കെ കൽപ്പിച്ചു, അതായത് ഉടനെ അവൾ ചാടി എഴുന്നേറ്റു. എല്ലാവരും അത് കണ്ട് നിശ്ചയിച്ചു. യേശുവിന് മരണത്തിന്മേൽ അധികാരമുണ്ട്. അവൻ സകലത്തിന്റെയും കർത്താവാണ്. അതിനാൽ രോഗത്തെയോ ദുഃഖത്തെയോ നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ യേശുവോട് അറിയിക്കാം. പ്രയാസമോ മരണമോ വരട്ടെ, യായിറോസിനെ പോലെ നിങ്ങളുടെ വിഷമതകൾ യേശുവിനോട് അറിയിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ ഈ എളിയ കഥാപ്രസംഗം ഇവിടെ അവസാനിക്കും. നന്ദി.